ഐസ് വാങ്ങുന്നില്ലേ? ഐസ് ഐസ്. ഈ സ്വർഗപുരിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ആശ്വാസം കിട്ടാനുള്ള ഫോർമുലയുടെ ഉടമസ്ഥനാണ് ഇദ്ദേഹം, പത്മനാഭൻ. പത്മനാഭൻ ചേട്ടൻ്റെ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് പാരമ്പര്യമായി മുകളിലത്തെ 4 പല്ല് മുളയ്ക്കാറില്ല. അച്ഛൻ മരിക്കുന്നവരെ മകൻ ഈ 4 പല്ല് ഇല്ലാതെ തന്നെ നടക്കുന്നു. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ 4 സ്വർണ്ണപ്പല്ലെടുത്ത് പിടിപ്പിച്ച് മകൻ ഗ്രാമത്തിൽ അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. അതുകൊണ്ട് പത്മനാഭൻ കല്യാണം വേണ്ടാന്ന് വെച്ചു. മകനുണ്ടായാൽ പിന്നെ മുകളിലത്തെ 4 പല്ലുണ്ടാവില്ലല്ലോ. അങ്ങനെ കല്യാണവും ഇല്ല, കുട്ടിയും ഇല്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരവും ആയി. ഐസ് വാങ്ങുന്നില്ലേ? ഐസ്. ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂന്നേ. എന്താണ് എന്റെ അയൽക്കാരി? എന്ത് തീരുമാനിച്ചു? തീരുമാനിച്ചു. ഇന്ന് ഞാൻ എന്റെ ഐസ്ക്രീം മൊത്തം വിറ്റ് തീർത്തിട്ടേ ഉള്ളു കാര്യം. അതല്ല, നമ്മുടെ കല്യാണക്കാര്യത്തെ പറ്റി എന്ത് തീരുമാനിച്ചു? മരിച്ചാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിലും കല്യാണം കഴിച്ച പുരുഷൻ മരിച്ചത് തന്നെ. ഞാനിത് എത്ര തവണയായി പറയുന്നു. എന്നെ കല്യാണം കഴിക്കാമെങ്കിൽ ഞാൻ ഒത്തിരി സ്വർണ്ണപ്പണ്ടവുമായിട്ട് വരും. പിന്നെ പിന്നെ കുട്ടികളുണ്ടാവുമ്പോ 4 സ്വർണ്ണപ്പല്ല് വീതം വച്ചോ. ആലോചിച്ചോ, എന്നെ കല്യാണം കഴിച്ച സ്വർണത്തിന് സ്വർണവും കാശിന് കാശും കിട്ടും. എന്റെ അപ്പം പറഞ്ഞത് സത്യ. ഈ ലോകത്തില് 2 കാര്യങ്ങളെ പേടിക്കണം. ഒന്ന് സ്വർണം, പിന്നെ പെണ്ണ്. നവരാത്രി ഉത്സവത്തിന് നമ്മുടെ ഗ്രാമത്തിലെ സിനിമാക്കളി കാണിക്കാൻ പോകുന്നു. പടം ഏതാണെന്ന് അറിയാമോ? ഏതാ? അയൽക്കാരി. എന്ത്? കാണാൻ മറക്കണ്ട. ആ പടം കാണുന്ന പ്രശ്നമേ ഇല്ല. സാവിത്രിക്കാണെങ്കിൽ പത്മനാഭനെ കെട്ടിയേ പറ്റൂ. പത്മനാഭനാണെങ്കിലോ തൻ്റെ സ്വർണ്ണപ്പല്ലിനെ പറ്റിയുള്ള ചിന്തയാണ് കൂടുതൽ. വരാൻ പോകുന്ന ആ ആപത്തിനെ പറ്റി ഇവർക്ക് 2 പേർക്കും ഒന്നും അറിയില്ല. അയൽക്കാരി, ഐസ് വേണോ? ഇതാണ് ചന്ദ്രൻ, ഗ്രാമത്തിലെ മാവിൻ തോപ്പിന്റെ ഉടമസ്ഥൻ. ഇയാളുടെ ഈ പകുതി കെട്ടിയിരിക്കുന്ന തലപ്പാവിന്റെ പിറകിലുമുണ്ട് ഒരു വലിയ രഹസ്യം. ഒരിക്കൽ ഇവന്റെ മുത്തശ്ശന്റെ അടുത്ത് പോയി തലപ്പാവ് കെട്ടിത്തരാൻ പറഞ്ഞു. മുത്തച്ഛന്റെ സമയദോഷം എന്നല്ലാതെ എന്ത് പറയാനാ. മുത്തച്ഛന്റെ മുണ്ടിന്റെ ഒരറ്റം അടുപ്പിന്റെ വളരെ അടുത്തായിരുന്നു. തീ അങ്ങോട്ട് പടർന്നു പിടിച്ചു. മുത്തച്ഛൻ ഒരു തീഗോളമായി. കണ്ടു നിന്ന ചന്ദ്രനൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. മുത്തശ്ശന്റെ മിണ്ടാട്ടമാണെങ്കിൽ അതോടെ നിലയ്ക്കുകയും ചെയ്തു. വല്യപ്പൂപ്പ, ഈ തലപ്പാവ് എങ്ങനെ കെട്ടണമെന്ന് പഠിപ്പിക്കോ? മുത്തശ്ശൻ തലപ്പാവ് കെട്ടി നിർത്തിയ അതേ സ്ഥലം വരെ വല്യപ്പൂപ്പൻ കെട്ടി വന്നപ്പോഴേക്കും അടുത്തു നിന്ന മരത്തിന്റെ ഒരു കൊമ്പ് പൊട്ടി നേരെ താഴോട്ട് വീണു. അങ്ങനെ തല തകർന്ന് വല്യപ്പൂപ്പനും പോയി. ചന്ദ്രന്റെ ഈ തലപ്പാവിനകത്ത് സാക്ഷാൽ യമരാജൻ തന്നെ താമസമുണ്ടെന്നാ തോന്നുന്നത്. മുത്തച്ഛന്റെയും വല്യപ്പൂപ്പന്റെയും പരിശ്രമത്തിന് ശേഷം ചന്ദ്രന്റെ അച്ഛനും ചെറിയച്ഛനും അവര് പോയ അതേ വഴിക്ക് തന്നെ പോയി. അതിനും കാരണം ചന്ദ്രന്റെ തലയിലെ ഈ തലപ്പാവ് തന്നെ ആയിരുന്നു. സ്വർഗപുരിയിലെ ആൾക്കാർ പറയുന്നത് ചന്ദ്രൻ മരണത്തെ തലയെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാ. അതിനുശേഷം ഇന്ന് വരെ ഗ്രാമത്തിലെ ആരും തന്നെ ചന്ദ്രനെ തലപ്പാവ് കെട്ടാൻ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോ പകുതി തലപ്പാവ് തലയിലും ബാക്കി തലപ്പാവ് തോൾസഞ്ചിയിലും ഇട്ടുകൊണ്ട് ചന്ദ്രൻ ഗമയിൽ വരുന്നത് കണ്ടാ തോന്നും ഇത് അവന്റെ ശരീരത്തിലെ ഒരു ഭാഗമാണെന്ന്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം. അത് പറഞ്ഞപ്പോഴാ അവന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഭാഗത്തെ പറ്റി ഓർമ്മ വന്നത്. അതായത് ചന്ദ്രന്റെ ഭാര്യ, അവന്റെ ജീവിത പങ്കാളി. കാണാൻ സുന്ദരിയായ ഇവർക്ക് ഒറ്റ മോഹമേ ഉള്ളൂ, കുട്ടികൾ വേണം. പക്ഷേ നമ്മുടെ ചന്ദ്രനാണെങ്കിൽ അതിൽ താല്പര്യവും ഇല്ല. വരൂ, ഈ കാര്യത്തെ പറ്റിയുള്ള ഇവരുടെ ചർച്ചയുടെ ഒരു ഹൈലൈറ്റ് കാണാം. എന്താണിത്? ഈ ചപ്പാത്തിക്ക് എന്താ എത്ര കട്ടി? കുട്ടിയോ? അയ്യോ, കുട്ടിയല്ല, കട്ടി. എന്തു പറഞ്ഞാലും നീ അതിൽ കുട്ടികളുടെ കാര്യം കൊണ്ടുവരുന്നതിനാ? അല്ലത് എന്ത് ചെയ്യാനാ അമ്മ, അവൻ എനിക്കും ഇല്ലേ മോഹം? അത് തെറ്റാണോ? പക്ഷെ ചെറുക്കനുണ്ടായാലോ? അത് നല്ലതല്ലേ, ഒരു അവകാശം ഉണ്ടാവുമല്ലോ.
വംശത്തിന്റെ പേര് നിലനിർത്തുമല്ലോ. ഓ, അവകാശം എന്നാ അവതാളത്തിലാവും, വംശം പിന്നെ അവശതയിലാവും. വലുതായ അവൻ തലപ്പാവ് കെട്ടാൻ ശാഠ്യം പിടിച്ച അതെങ്ങനെ ഞാൻ അവനെ പഠിപ്പിക്കാനാ? ഞാൻ തന്നെ ഇതുവരെ നേരെ ചൊവ്വ കെട്ടാൻ പഠിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, പിള്ളേരുടെ കാര്യം അത് നമുക്ക് വേണ്ട. പെൺകുട്ടി ആവാലോ. ഒന്ന് പോടി പെൺകുട്ടി. ആ പൂതി അങ്ങട് മനസ്സിലിരിക്കട്ടെ. ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം പിള്ളേര് നമുക്ക് വേണ്ട. ഓ, കാലും പോയി. ഇതാ വരുന്നു നമ്മുടെ പൂവാലൻ. ഇദ്ദേഹത്തിന്റെ സ്റ്റൈല് മൊത്തം ദേവാനന്ദിന്റെ ആണ്. പേര് പ്രേമാനന്ദ്. വീഴുന്നതിലും ഒരു സ്റ്റൈല്. ദേവാനന്ദിനെ പോലെ തന്നെ വേഷവിധാനവും അതേമാതിരി കഴുത്തിലൊരു തൂവാല്. പക്ഷെ നമ്മുടെ ഈ സ്റ്റൈൽ മന്നൻ പരിഷ്കാരത്തിന് വേണ്ടിയല്ല കഴുത്തിൽ തൂവാല കെട്ടിയിരിക്കുന്നത്. അതിന്റെ കാരണം ഒന്ന് വേറെ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ കാസറ്റുകളെല്ലാം ഗ്രാമത്തിലെ വൈദ്യന് കൊടുക്കേണ്ടി വരും. ഈ കാസറ്റ് മണപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗികളെ ബോധം കെടുത്താൻ വൈദ്യന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാസറ്റ് കച്ചവടമാണ് ആശാന്റെ തൊഴില്. ഈ ഫംഗസ് ഉള്ള കാസറ്റിനെ മണം സഹിക്കാത്ത കൊണ്ടാണ് കക്ഷി തൂവാല കെട്ടുന്നത്. അല്ല, ഇതിപ്പോ എങ്ങോട്ടുള്ള പുറപ്പാടാ? മനസ്സിലായി, ചുറ്റിക്കളിയാ. റൊമാൻസിന്റെ ചുറ്റിക്കളി. എന്ത് തന്നെ ആയാലും ദേവാനന്ദന്റെ ഫാൻ അല്ലേ? നീ പിന്നെ വന്ന പുതിയ സിനിമ വന്നിട്ടുണ്ട്, വേണ്ടേ? നിന്റെ ഈ പൂപ്പിൽ പിടിച്ച പഴയ കാസറ്റിൽ പുതിയ പടോ? പോടാ പോടാ. ഡിസ്കൗണ്ട് സ്കീമുണ്ട്, 5 എടുത്താൽ. നിന്റെ ഈ പഴഞ്ചൻ നാറ്റം പിടിച്ച കാസറ്റ് കൊണ്ട് ഞാൻ എന്ത് കോപ്പുണ്ടാക്കാനാ? മാവ കെട്ടി തുക്കാനാ? എൻ്റെ അടുത്ത് VCR അതില്ല. നിന്റെ കാസറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്യടോ? എവിടെ ഇട്ട് കാണൂടോ? കാസറ്റിന് മേലെ കാസറ്റ് വാങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം VCR വാങ്ങാനുള്ള ആഗ്രഹവും തനിയെ ഉണ്ടായിക്കോളും. എടുക്കുന്നേ, പുതിയതാ, ഒളിച്ചോടിയ ഭാര്യ, പുതിയ പടമാ. എടുക്കുന്നില്ലേ? പോയി ചീറ്റിപ്പോയി, സ്ഥലം വിടാം. അപ്പോ ഇതാണ് ആ ചുറ്റിക്കളി, റൊമാൻസിന്റെ ചുറ്റിക്കളി. ഇതാണ് ചന്ദ്രന്റെ മാവുംതോപ്പ്. ഇവരാണ് ചന്ദ്രന്റെ ശത്രുക്കള്, ഈ ഗ്രാമത്തിലെ കുസൃതി പട്ടാളം. ഇവനാണ് ചന്തു, ആളൊരു വിരുദൻ ശങ്കു. ഇവനാണ് ഇവരുടെ നേതാവ്. ഇനി ബാക്കിയുള്ളവരെയും പരിചയപ്പെടാം. ഇത് സുജി, അല്ല സൂചി അല്ല, സുജി. ഇവളുടെ തലയിൽ മുടിയേക്കാളും അധികം പേന. ഇതാണ് അച്ചു. ഇവനൊരല്പം അഹങ്കാരമുണ്ട്, കാരണം ഇവനൊരു ഇംഗ്ലീഷ് വാക്കറിയാം. ഇതാണ് ജയന്തൻ. ഇവന്റെ ഈ മുഖം കണ്ട് ഇവനൊരു പാവമാണെന്ന് ധരിച്ചേക്കല്ലേ. ഈ കുട്ടിപ്പട്ടാളത്തില് കുസൃതിക്ക് PhD എടുത്തവനാ ഈ വിരുദൻ.